നമസ്കാരം. എമ്പുരാനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കേരളത്തിൽ ഇപ്പോൾ വലിയ രാഷ്ട്രീയ ചർച്ചയായി കൊണ്ടിരിക്കുകയാണ്. എമ്പുരാൻ എന്ന സിനിമയിലുള്ള രാജ്യവിരുദ്ധ ഉള്ളടക്കത്തിൻ്റെ പേരിൽ ആ സിനിമ പ്രേക്ഷകരിൽ നിന്ന് വിമർശനങ്ങൾ നേടിയപ്പോൾ ആ വിമർശനത്തെ തണുപ്പിക്കാനായി ഈ പ്രധാനപ്പെട്ട നിർമ്മാതാക്കൾ തന്നെ ചേർന്നൊരു തീരുമാനമെടുക്കുന്നു. ഈ സിനിമയിൽ വിവാദമായ ചില രംഗങ്ങൾ വെട്ടി മാറ്റണം, അതിനുശേഷം റീസെൻസർ ചെയ്യണം, അതിനുശേഷം റീസെൻസർ ചെയ്ത ഭാഗങ്ങൾ അല്ലെങ്കിൽ സിനിമ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കണമെന്നൊക്കെ തീരുമാനമെടുക്കുന്നു. എന്തായാലും രാഷ്ട്രീയ സമ്മർദ്ദം ഈ റീസെൻസറിങ്ങിന് പിന്നിലുണ്ട് എന്നൊക്കെ ഉള്ള ഇരവാദങ്ങളുമൊക്കെ മുഴങ്ങുകയാണ്. പക്ഷേ അധികം വൈകാതെ തന്നെ ഈ ചിത്രവുമായി സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുള്ള ആളുകളുടെയൊക്കെ വീടുകളിലും ധനകാര്യ സ്ഥാപനങ്ങളിലുമെല്ലാം വലിയ പരിശോധന നടക്കുന്നത് നമ്മൾ കണ്ടു. ഗോകുലം ഗോപാലൻ്റെ സ്ഥാപനങ്ങളിൽ, ചെന്നൈ ആസ്ഥാനമാക്കിയ സ്ഥാപനങ്ങളിൽ കഴിഞ്ഞ 2 ദിവസമായി ഇഡിയുടെ റെയ്ഡ് നടന്നു വരികയാണ്. കഴിഞ്ഞ ദിവസം രാത്രി വൈകിയും ഗോകുലം ഗോപാലനെ ഇഡി ചോദ്യം ചെയ്തിരുന്നു. ഇന്നും ചോദ്യം ചെയ്യും എന്നാണ് കരുതപ്പെടുന്നത്. ഫെമ ലംഘനം, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ടിൽ വരെ ഗുരുതരമായ നിയമലംഘനം കണ്ടെത്തി എന്നാണ് സൂചന. എമ്പുരാനുമായി ബന്ധപ്പെട്ട പണമിടപാടുകളല്ല ഇഡി അന്വേഷിക്കുന്നത്, മറിച്ച് ഇതിനു മുമ്പ് ചെയ്ത ചില സിനിമയുമായി ബന്ധപ്പെട്ട അതിൽ നിന്നും വിദേശ പണം ഇവിടേക്ക് എത്തിയതുമായി ബന്ധപ്പെട്ടതൊക്കെയാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. മാത്രമല്ല റിപ്പോർട്ടർ ചാനലുമായിട്ടുള്ള ബന്ധം, ആ ചാനലുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ, ഇതൊക്കെയാണ് കേന്ദ്ര ഏജൻസിയായ ഇഡി അന്വേഷിക്കുന്നത് ഈ ഗോകുലം ഗോപാലനുമായി ബന്ധപ്പെട്ട്. അപ്പോൾ തന്നെ ഇപ്പോൾ ഇന്ന് രാവിലെ പുതിയ വാർത്ത വന്നിരിക്കുന്നത് പൃഥ്വിരാജിന് ആദായ നികുതി വകുപ്പിൻ്റെ നോട്ടീസ് ലഭിച്ചു എന്നാണ്. തീർച്ചയായും പൃഥ്വിരാജ് അതൊരു ഇരവാദമായി ഉന്നയിക്കുകയാണ്. കാരണം എമ്പുരാൻ എന്നൊരു സിനിമ എടുത്തുപോയി, ആ സിനിമയിൽ സംഘപരിവാറിനെ വിമർശിച്ചു പോയി, ഇതിൻ്റെ പേരിൽ ഞാനിതാ ആദായ നികുതി വകുപ്പിൻ്റെ നടപടി നേരിടുന്നു എന്ന് വരുത്തി തീർക്കാനാണ് പൃഥ്വിരാജ് ശ്രമിക്കുന്നത്. അതായത് പൃഥ്വിരാജിൻ്റെ 3 സിനിമകൾ, ആ 3 സിനിമകളിൽ പൃഥ്വിരാജിൻ്റെ പ്രൊഡക്ഷൻ കമ്പനി സഹനിർമ്മാതാക്കളായിരുന്നു. ആ സഹനിർമ്മാതാവ് എന്ന നിലയിൽ താൻ പ്രതിഫലം വാങ്ങിയിരുന്നില്ല എന്നാണ് ആദായ നികുതി വകുപ്പിനെ അറിയിച്ചിരുന്നത്. പക്ഷേ ആദായ നികുതി വകുപ്പ് പരിശോധനകളിൽ കണ്ടെത്തിയത് 40 കോടി രൂപ ഈ 3 സിനിമകൾക്കുമായി പ്രതിഫലം വാങ്ങിയിട്ടുണ്ട് എന്നാണ്. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ ഈ 40 കോടിയിലേറെ രൂപയുടെ ആദായ നികുതി പൃഥ്വിരാജ് അടച്ചിട്ടില്ല. അവിടെ നികുതി വെട്ടിപ്പ് നടന്നിരിക്കുന്നു. 2022 ഇതുമായി ബന്ധപ്പെട്ട ചില പരിശോധനകൾ ആദായ നികുതി വകുപ്പ് നടത്തിയത്. പൃഥ്വിരാജിൻ്റെ മാത്രമല്ല ആൻ്റണി പെരുമ്പാവൂരിൻ്റെയും ഒക്കെ സ്ഥാപനങ്ങളിൽ ഇത്തരത്തിലുള്ള പരിശോധന നടത്തിയിരുന്നു. ആ പരിശോധനയുടെ തുടർ നടപടിയായിട്ടാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത് എന്നാണ് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ സ്ഥിരീകരിക്കുന്നത്. മാത്രമല്ല ഈ നോട്ടീസ് നൽകിയിരിക്കുന്നത് ഇപ്പോഴെങ്ങുമല്ല. ഈ നോട്ടീസ് നൽകിയിരിക്കുന്നത് കഴിഞ്ഞ മാസം 15-ന് മുമ്പാണ്. എന്ന് വെച്ചാൽ എമ്പുരാൻ റിലീസാകുന്നതിന് മുമ്പ്, എമ്പുരാൻ്റെ ഉള്ളടക്കം ഈ കേരളത്തിൽ ചർച്ചയാകുന്നതിന് മുമ്പ്, എമ്പുരാൻ്റെ എന്നുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പാണ് ആദായ നികുതി വകുപ്പ് ഇത്തരത്തിലൊരു നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇതിനു മുന്നേയും ആദായ നികുതി വകുപ്പുമായി ബന്ധപ്പെട്ട് നടപടികൾ പൃഥ്വിരാജ് നേരിട്ടിട്ടുണ്ടെന്നും പൃഥ്വിരാജ് അതിൻ്റെ പരിഹാരം എന്നോണം ഫൈൻ അടയ്ക്കുക പോലും ചെയ്തിട്ടുണ്ട് എന്നും വാർത്തകളിൽ വന്നിരുന്നതാണ്. ഇപ്പോഴിതാ വീണ്ടും 40 കോടിയിലധികം രൂപയുടെ നികുതി വെട്ടിപ്പ് നടത്തി എന്ന ഒരു കണ്ടെത്തലുള്ള നോട്ടീസാണ് ലഭിച്ചിരിക്കുന്നത്. ഈ മാസം 29-ന് മുമ്പ് ആദായ നികുതി വകുപ്പ് അധികൃതർക്ക് പൃഥ്വിരാജ് വിശദീകരണം നൽകേണ്ടി വരും. പക്ഷേ ഈ നോട്ടീസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എമ്പുരാനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കത്തിക്കാളി നിൽക്കുന്ന ഈ സമയത്ത് ഒരുപക്ഷെ പൃഥ്വിരാജിനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ തന്നെയാകാം ഈ നോട്ടീസുമായിട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിടുന്നത്. എന്നുവെച്ചാൽ ഇപ്പോൾ ഈ കാര്യം പുറത്തുവിട്ട് കഴിഞ്ഞാൽ താൻ നികുതി വെട്ടിപ്പുകാരനൊന്നുമല്ല, പക്ഷേ ഈ എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, അതിൽ സംഘപരിവാറിനെ വിമർശിച്ച ഒരു പശ്ചാത്തലം, ഈ പശ്ചാത്തലത്തിൽ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് തനിക്കെതിരെ പ്രതികാര നടപടിയെടുക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്ന് വരുത്തി തീർക്കാനാണ് പൃഥ്വിരാജിൻ്റെ ശ്രമം. ഇതിനു മുന്നേയും ആദായ നികുതി വകുപ്പിൻ്റെ ഇടപെടൽ നേരിട്ടിട്ടുള്ള, ആദായ നികുതി വകുപ്പിൻ്റെ നടപടി നേരിട്ടിട്ടുള്ള ഈ നടൻ എന്ന നിലയിൽ വീണ്ടും ഇങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ വരുമാനം നികുതിദായകരിൽ അല്ലെങ്കിൽ ആദായ നികുതി വകുപ്പിൽ നിന്നും ഒളിച്ചു വയ്ക്കുക വഴി സ്ഥിരമായി നികുതി വെട്ടിപ്പ് നടത്തുന്ന ഒരു നടനാണ് താൻ എന്ന ഒരു പ്രതിച്ഛായയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പക്ഷേ ആ പ്രതിച്ഛായയെ എമ്പുരാനിലൂടെ മറയ്ക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ ഈ വിവരങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് പൃഥ്വിരാജ് ചെയ്യുന്നത് എന്ന് വ്യക്തമാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പിക്കാം, പൃഥ്വിരാജിനെ പോലെ തന്നെ അല്ലെങ്കിൽ മറ്റ് രീതിയിൽ വരുമാനം കുറച്ച് കാണിച്ച് ഇങ്ങനെ കണക്കുകളിൽ കൃത്രിമം കാട്ടി
ടാക്സ് അടയ്ക്കാതിരിക്കുക അല്ലെങ്കിൽ ആദായ നികുതി വെട്ടിപ്പ് നടത്തുക എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ആരാധിക്കുന്ന ഒരു നടനെ സംബന്ധിച്ചിടത്തോളം അത് ഭൂഷണമല്ല. അത് അയാളുടെ ഒരു ക്രെഡിബിലിറ്റിയെ ഇല്ലാതാക്കും. നിരവധി ആളുകൾ അദ്ദേഹത്തെ ആരാധനാമൂർത്തിയായി കാണുന്നുണ്ട്. നിരവധി കഥാപാത്രങ്ങളിലൂടെ പലരുടെയും ഹീറോയാണ്. ഇങ്ങനെ ഹീറോ ചമഞ്ഞ് നടക്കുന്ന ആളുകൾ പകൽ വെളിച്ചത്തിൽ ഇൻകം ടാക്സ് വെട്ടിപ്പ് നടത്തുന്നത് തീർച്ചയായും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ നിരാശയാണ്. രാഷ്ട്രത്തിൻ്റെ നിർമ്മാണത്തിനാണ് ഓരോ വ്യക്തിയും നികുതി നൽകുന്നത്. ഈ സാധാരണക്കാർ വരെ നികുതി നൽകിക്കൊണ്ടിരിക്കുമ്പോൾ പൃഥ്വിരാജിനെ പോലെയുള്ള സമൂഹം മാനിക്കുന്ന ഒരാൾ ഇത്തരത്തിൽ നികുതി വെട്ടിപ്പ് നടത്തുന്നത് എന്തിന് എന്ന ചോദ്യം ഇപ്പോൾ പ്രസക്തമാവുകയാണ്. നടന്മാർക്കിടയിലെ ഈ നികുതി വെട്ടിപ്പിൻ്റെ അസുഖമുള്ളയാളാണോ പൃഥ്വിരാജ് എന്ന് കൃത്യമായി ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അദ്ദേഹത്തിന് നേരെ ഉയരുന്ന ചോദ്യങ്ങളെ ഇല്ലാതാക്കുവാനാണ് ഇപ്പോൾ എമ്പുരാൻ്റെ വിവാദം കത്തി നിൽക്കുന്ന സമയത്ത് ഈ തനിക്ക് ലഭിച്ച ആദായ നികുതി വകുപ്പിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോൾ അദ്ദേഹം പുറത്തു വിട്ടിരിക്കുന്നത് എന്നാണ് പലരും വിലയിരുത്തുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്, PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.